ക്രിക്കറ്റ് ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന യുവ പ്രതിഭയാണ് ഇന്ത്യൻ ഓപ്പണർ ഗില്ല്. ബാറ്റിംഗിലെ മികവിനൊപ്പം തന്നെ ഭാവിയിലെ ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള കളിക്കാരനായും ഗില്ല് വിലയിരുത്തപ്പെടുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരം ഗില്ലിന്റെ ക്യാപ്റ്റൻസി മികവ് പരീക്ഷിക്കാനുള്ള ഒരു വേദി കൂടിയായിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സിൽ വിജയം നേടാൻ കഴിയാതെ വന്നതും വിൻഡീസിനെ ശക്തമായ തിരിച്ചടിയും യുവനായകന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചു. മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രമുഖ ക്രിക്കറ്റ് കമന്റേറ്ററുമായ ആകാശ് ചോപ്രയുടെ രൂക്ഷമായ വിമർശനങ്ങൾ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ പാളിച്ചകൾ തുറന്നു കാട്ടുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ നേതൃത്വത്തിന്റെ സങ്കീർണതകളും യുവനായകന് മുന്നിലുള്ള വെല്ലുവിളികളും ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ശക്തമായ നിലയിലായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ 270 റൺസിന്റെ കൂറ്റൻ ലീഡ് നേടിയതോടെ കഴിഞ്ഞ 4 ഇന്നിംഗ്സുകളിലേതുപോലെ വിൻഡീസിനെ എളുപ്പത്തിൽ പുറത്താക്കി ഇന്നിംഗ്സ് വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇന്ത്യൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു ലീഡ് ടെസ്റ്റ് മത്സരത്തിൽ വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്നതാണ്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ വിൻഡീസ് 390 റൺസ് അടിച്ചെടുത്തതോടെ മത്സരം സമനിലയിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ വീണ്ടും ഇന്ത്യക്ക് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യം ഉടലെടുത്തു. ഈ അപ്രതീക്ഷിത തിരിച്ചടിക്ക് കാരണം ഗില്ല് ക്യാപ്റ്റൻ എന്ന നിലയിൽ എടുത്ത ചില തന്ത്രപരമായ തീരുമാനങ്ങളിലെ പിഴവുകളാണെന്നാണ് ആകാശ് ചോപ്രയുടെ പ്രധാന വിമർശനം. അദ്ദേഹം തന്റെ വിമർശനങ്ങൾ ഊന്നി പറഞ്ഞത് പ്രധാനമായും 2 കാരണങ്ങളിലാണ്. ഒന്ന്, ആറാമത്തെ ബൗളിംഗ് ഓപ്ഷനെ അവഗണിച്ചതാണ്. ഇന്ത്യൻ ടീമിൽ സിം ബൗളിംഗ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ഒരൊറ്റ ഓവർ പോലും എറിയിക്കാതിരുന്നത് ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ വലിയ പിഴവായി ചോപ്ര ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങൾ ഗെയിമിൽ മുന്നിലാണെങ്കിൽ അതെല്ലാത്തിലും കാണിക്കാൻ ശ്രമിക്കണം. എന്നാൽ ഈ ടെസ്റ്റിൽ എനിക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ആക്രമണം എന്നാൽ വെറും 5 പേരെ കൊണ്ട് മാത്രം ബൗൾ ചെയ്യിക്കുകയല്ല, അദ്ദേഹം നിരീക്ഷിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രധാന ബൗളർമാർ ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയാതെ വരുമ്പോൾ ആറാമതൊരു ബൗളിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എതിരാളിയുടെ ബാറ്റിംഗ് താളം തെറ്റിക്കാൻ സഹായിക്കും. പുതിയൊരു ബൗളറെ പരീക്ഷിക്കുന്നത് ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കുകയും അപ്രതീക്ഷിത വിക്കറ്റുകൾ നേടാൻ സഹായിക്കുകയും ചെയ്യും. ആവനാഴിയിൽ അസ്ത്രം ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിച്ചില്ല എന്ന ചോപ്രയുടെ പ്രയോഗം ഗിൽ തന്റെ പക്കൽ ഉണ്ടായിരുന്ന ഒരു റിസ്ക് എടുക്കാനുള്ള അവസരം പാഴാക്കി കളഞ്ഞതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ NKR ഫലം കണ്ടില്ലെങ്കിൽ പോലും ആ സാധ്യത പരീക്ഷിച്ചിരുന്നത് തന്ത്രപരമായ ഒരു വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. 2, പ്രതിരോധപരമായ ഫീൽഡ് ക്രമീകരണവും സിംഗിളുകൾ അനുവദിച്ചതുമാണ്. ആക്രമണപരമായ ബൗളിംഗിൽ പിന്തുണ നൽകേണ്ടത് ക്യാപ്റ്റൻ ഒരുക്കുന്ന ഫീൽഡിംഗ് ക്രമീകരണമാണ്. എന്നാൽ ഗിൽ പ്രതിരോധപരമായ രീതിയിൽ ഫീൽഡർമാരെ വിന്യസിച്ചതും വിൻഡീസ് ബാറ്റ്സ്മാൻമാർക്ക് അനായാസം സിംഗിളുകൾ എടുക്കാൻ അവസരം നൽകിയതും ചോപ്രയെ ചൊടിപ്പിച്ചു. നിങ്ങൾ എത്ര എളുപ്പത്തിലാണ് സിംഗിളുകൾ നൽകുന്നത്? ഇതെന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തിയെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഫീൽഡ് ലളിതമാകുമ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാനും ബൗളർമാർക്ക് വിക്കറ്റ് വീഴ്ത്താനുള്ള അവസരങ്ങൾ കുറയുകയും ചെയ്യും. 270 റൺസ് ലീഡ് ഉള്ളപ്പോൾ വിക്കറ്റ് നേടാൻ കൂടുതൽ ആകർഷകമായതും ആക്രമണപരവുമായ ഫീൽഡ് ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ യുവനായകൻ തയ്യാറാകേണ്ടിയിരുന്നു. വിൻഡീസിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 311 റൺസ് എന്ന നിലയിൽ നിന്ന് ജസ്റ്റിൻ ഗ്രീവ്സും ജെയ്ഡൻ സീൽസും ചേർന്ന് 79 റൺസ് കൂട്ടിച്ചേർത്തത് ഇന്ത്യയുടെ വിജയം വൈകിപ്പിച്ചു. അവസാന വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ ഇന്ത്യ കാണിച്ച അമിതമായ കാത്തിരിപ്പ് നയം ചോപ്രയുടെ വിമർശനത്തിന് കാരണമായി. ജെയ്ഡൻ സീൽസ് ക്രീസിലെത്തിയപ്പോൾ അയാൾ സ്വയം പുറത്താവുന്നതിനായി നമ്മൾ കാത്തു നിൽക്കുകയായിരുന്നു. കാത്തിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ സ്വന്തം ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. കുറെ കൂടി അറ്റാക്ക് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടിയിരുന്നത്, അദ്ദേഹം തുറന്നു പറഞ്ഞു. അവസാന കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് റൺസ് ചോരുന്നത് തടയാനും വിക്കറ്റ് വീഴ്ത്താനും വേണ്ടി ബൗളർമാരെ മാറ്റുക, ഫീൽഡ് അറ്റാക്കിങ്ങിനായി സജ്ജമാക്കുക, സ്ലിപ്പുകൾ വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമർശനങ്ങൾ ഒരു തിരിച്ചടിയല്ല, മറിച്ച് വിലപ്പെട്ട പാഠങ്ങളാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ക്യാപ്റ്റൻസി പരിമിത ഓവർ ക്രിക്കറ്റിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആക്രമണം, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. വലിയ ലീഡുകൾ ഉള്ളപ്പോൾ പ്രതിരോധത്തിലാവാതെ വിക്കറ്റ് നേടാൻ അവസരമുള്ള സാഹചര്യം മുതലെടുക്കാൻ ക്യാപ്റ്റൻ തയ്യാറാകണം. തന്റെ പക്കലുള്ള ബൗളിംഗ് വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും പ്രധാന ബൗളർമാർക്ക് വിശ്രമം നൽകുമ്പോൾ പോലും കളിയിലെ മേൽക്കൈ നഷ്ടപ്പെടാതെ നോക്കാനും യുവനായകൻ പഠിക്കേണ്ടതുണ്ട്. ചോപ്ര പറഞ്ഞതുപോലെ മികച്ച ടീമുകൾ വിജയിക്കുമ്പോൾ പോലും തെറ്റുകൾ തിരുത്തും. ഈ ടെസ്റ്റിലെ അനുഭവങ്ങൾ ഗില്ലിന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാനുള്ള പാഠമായി കണക്കാക്കാം. ആകാശ് ചോപ്രയുടെ വിമർശനങ്ങൾ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലെ ചില താൽക്കാലിക പിഴവുകളിലേക്കാണ് വെളിച്ചം വീശുന്നത്. എങ്കിലും ഒരു യുവനായകൻ എന്ന നിലയിൽ ഗില്ലിന് ഈ അനുഭവങ്ങൾ ഭാവിയിൽ കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീമാവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മത്സരങ്ങളിലും, പ്രത്യേകിച്ച് വിജയിക്കുന്ന മത്സരങ്ങളിൽ പോലും സംഭവിച്ച പിഴവുകൾ മനസ്സിലാക്കി അത് തിരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഗിൽ എന്ന ബാറ്റ്സ്മാൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീക്ഷയാണെങ്കിൽ ഗിൽ എന്ന ക്യാപ്റ്റനും വളർന്നു പന്തലിക്കാൻ അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങളുണ്ട്.